അപ്പൊ ഗൈസ്, അപ്പൊ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് നിങ്ങളുടെ ഫോണിൽ ഈ ക്യാമറ, അതായത് ഇപ്പോൾ ഒരു ക്യാമറ ആയാലും രണ്ട് ക്യാമറ ആയാലും നിങ്ങളുടെ ക്യാമറയിൽ പാസ്വേഡ് ഞാൻ പറഞ്ഞു തരത്തില്ല. ഓക്കെ, അപ്പൊ ഞാൻ പാസ്വേഡ് അടിച്ചിട്ട് നിങ്ങളെ കാണാം ഗൈസ്. അപ്പൊ ഗൈസ്, ഞാൻ പാസ്വേഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, മീൻസ് ഞാൻ പാസ്വേഡ് അടിച്ച് ലോക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ക്യാമറ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇപ്പൊ ഇവിടെ കണ്ട ഫ്രണ്ട് ക്യാമറ ഇങ്ങനെ ബ്ലേറി കണ്ടോ. ഇപ്പൊ ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട് ക്യാമറ ഇങ്ങനെ ബ്ലേറി, പിന്നെ ബാക്ക് ക്യാമറ തീരെ ബ്ലേറി. അതായത് നമ്മളിതാ അവിടെ നോക്കിയാൽ കണ്ടോ, ഭയങ്കര ബ്ലെയർ ആയിട്ടുള്ള ഒരു ഫോട്ടോ ഇല്ലെങ്കിൽ വീഡിയോ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ ഒരു ഫോട്ടോ എടുത്ത് ഇവിടെ കാണിക്കാം. ഇപ്പൊ എൻ്റെ ഇവിടെ പുതപ്പിന്റെ ഒരു ഫോട്ടോ ആണ് ഇവിടെ എടുത്ത് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ബ്രൈറ്റ്നെസ് ഒന്ന് കൂട്ടിയിടാം, അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റാത്തത്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ പുതപ്പിന്റെ ഒരു ഫോട്ടോ എടുത്ത് കാണിക്കാം. ഓക്കെ, ഇപ്പൊ ഇതിനകത്ത് ഈ ഫ്ലാഷ് ഓൺ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ കാണുന്നത്. എന്നാലും നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ഫോട്ടോ എടുത്ത് കാണിക്കുന്നില്ല, കണ്ടോ, ഇപ്പൊ കാണാമല്ലോ ബ്ലേറി. അപ്പോൾ ഇതിന്റെ കാരണമാണ് ഞാൻ ഈ ഒരു വീഡിയോ കൂടെ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാരണം നിങ്ങളുടെ ക്യാമറയുടെ ലെൻസ് ആയിരിക്കാം. നിങ്ങൾ എന്താ ചെയ്യുക, ഒരു തുണി എടുത്ത ശേഷം ആ തുണി ക്യാമറയിൽ നല്ലതായിട്ടൊന്ന് തുടച്ച് നോക്കാം. ഇത് എന്താ ചെയ്യാന്ന് വെച്ചാൽ ക്യാമറ നല്ല ക്ലീൻ ആവുമ്പോൾ ക്യാമറയിലുള്ള ഈ പൊടി അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വരാം. രണ്ട്, നിങ്ങളുടെ ക്യാമറയുടെ അകത്തുള്ള ലെൻസ്, അതായത് നിങ്ങളുടെ ക്യാമറയിൽ അകത്തുള്ള ഈ ഒരു ഭാഗം ഇളക്കി കഴിഞ്ഞാൽ ഇതിന്റെ മെയിൻ ലെൻസിൽ എന്തെങ്കിലും വെള്ളം കാര്യങ്ങൾ കയറിയിട്ടുണ്ടാവും. അത് നിങ്ങൾ ഈ വിവോയുടെ സർവീസ് സെന്ററിൽ കൊടുത്തിട്ട് അത് റിപ്പയർ ചെയ്യേണ്ടതാണ്. മൂന്ന്, ക്യാമറയിൽ എന്തെങ്കിലും ഡാമേജ് വന്നെങ്കിലും അങ്ങനെ സംഭവിക്കാം. ഇനി ഫ്രണ്ട് ക്യാമറയുടെ ഘടകം പറയുന്നെങ്കിൽ ഫ്രണ്ട് ക്യാമറയിലും അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാകാം. മുമ്പേ പറഞ്ഞ പോലെ ഒരു ചെറിയ നനവുള്ള ക്ലോത്ത് എടുത്ത് ഫ്രണ്ട് ക്യാമറയിൽ ഒന്നിങ്ങനെ തുടയ്ക്കുക. രണ്ട്, നിങ്ങൾക്ക് വിവോയുടെ സർവീസ് സെന്ററിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. മൂന്ന്, ഇതിന്റെ ലെൻസിലും എന്തെങ്കിലും എന്തെങ്കിലും ഡാമേജ് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാകാം. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ നോട്ടീസ് ചെയ്ത ഒരു കാര്യം കണ്ടോ, നമ്മുടെ വിവോ ഫോണുകളിൽ ഇപ്പൊ ഈ ലൈറ്റ് വന്നു തുടങ്ങി. മുമ്പേ ഐഫോൺസുകളിലായിരുന്നു, ഇപ്പൊ ഈ ഒരു ഫോണിലും ലൈറ്റ് ഉണ്ട് ഗൈസ്, കേട്ടോ. കണ്ടോ ഗൈസ്, ഇവിടെ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ട് ഗൈസ്, കേട്ടോ. അപ്പൊ എന്റെ ഫോണിലും ഇങ്ങനത്തെ ലൈറ്റ് ആയിരിക്കും ഗൈസ്, കേട്ടോ. ഓക്കെ, ഇവിടെ ഇങ്ങനെ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ട്. അപ്പോ ഗൈസ്, ഓക്കെ, അപ്പൊ അങ്ങനത്തെ കാരണങ്ങളാകാം ആ ഒരു ക്യാമറയുടെ ഇതെന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് വിവോ Y16 ആണ്. അപ്പൊ ഇതിന്റെ വാറന്റി കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാറന്റി വെച്ച് ഫോൺ തന്നെ മാറിയെടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാമറ റിപ്പയർ ചെയ്യാം. അപ്പോൾ ഞാൻ ആ ഭാഗം ഒന്നും കൂടെ പറയാം. എൻ്റെ മൈക്കിൻ്റെ ചാർജ് തീർന്നു, അതാ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇടയ്ക്ക് വോയിസ് ബ്രേക്ക് ആയിട്ടുണ്ടാവും. അപ്പോൾ സോറി ഗൈസ്, കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫോണ് നിങ്ങൾക്ക് വാറന്റി കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോൺ വാറന്റി വഴി മാറിയെടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോണ് നിങ്ങൾക്ക് വിവോ സർവീസ് സെന്ററിൽ കൊടുത്ത് നിങ്ങളുടെ ക്യാമറ റിപ്പയർ ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ എന്തെങ്കിലും ഇങ്ങനത്തെ ക്യാമറയുടെ എന്തെങ്കിലും പൊടി ഇരിപ്പുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചെറിയൊരു വെറ്റ് ക്ലോത്ത് എടുത്ത് ഈ ക്യാമറ ലെൻസ് ഒന്ന് ക്ലിയർ ആക്കാം. ഇല്ലെങ്കിൽ ഈ ഒരു ലെൻസിൽ ഇത് അവർ ഇളക്കിയിട്ട് ഇതിൻ്റെ ലെൻസിൽ എന്തെങ്കിലും പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അവർ അത് സ്പ്രേ അടിച്ചിട്ട് അതങ്ങ് ക്ലീൻ ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ക്യാമറ ഫുള്ള് പോയിട്ടുണ്ടെങ്കിൽ ക്യാമറ തന്നെ മാറേണ്ടി വരും ഗൈസ്, കേട്ടോ. അപ്പോൾ ഇപ്പോൾ എൻ്റെ ക്യാമറ എന്ന് പറയുന്നത് ഇപ്പോൾ ക്യാമറ എന്ന് പറയുന്നത് ഇപ്പം നോക്കുമ്പോൾ കണ്ടോ ഇങ്ങനെയാണ്. അപ്പം അതിൻ്റെ അർത്ഥം എൻ്റെ ക്യാമറ ഫുള്ള് പോയിട്ടില്ല. അതായത് ഇപ്പോൾ ഒരു കേടായ ക്യാമറ ആണെങ്കിൽ ക്യാമറ ക്യാമറ ഫുള്ള് ബ്ലാക്ക് ആയിരിക്കും.
അതായത് ഫുള്ള് ബ്ലാക്ക് സ്ക്രീൻ ആവും. നമ്മൾ ലൈറ്റ് ഓഫ് ആക്കുമ്പോൾ നമ്മൾ എന്തോ റൂം ഫുള്ള് ഇരുട്ടാവട്ടില്ല, ആ ഒരു ക്യാമറ ഇരുട്ടായിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയണമെങ്കിൽ ഞാൻ ഈ മൈക്ക് ഒന്ന് ഇവിടെ വെക്കാം. കണ്ടോ, നിങ്ങൾക്ക് മൈക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ, ഒരു ബ്ലെയറി വിഷൻ ആയിട്ടാണ് കാണുന്നത്. അതേസമയം നമ്മളിപ്പോൾ വീഡിയോ നമ്മൾ നോക്കുമ്പോൾ കണ്ടോ, നല്ല ക്ലിയർ റെസൊല്യൂഷനിൽ നമുക്കിവിടെ വീഡിയോ കാണാൻ പറ്റുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഇത്. അതായത് ഇപ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ ഞാൻ കണ്ടോ, ഇപ്പോൾ ഇതിനകത്ത് ഒരേ സമയം നമ്മളിപ്പോൾ വീഡിയോ ഒന്ന് റെക്കോർഡ് ചെയ്യാൻ പോവാണ്. ഒരേ സമയത്ത് നമ്മളിവിടെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ കണ്ടോ ഗൈസ്, അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഓൺ ആയിരിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയൊരു വ്ളോഗൊക്കെ ചെയ്യുവാണ് ഗൈസ് കേട്ടോ. ഓക്കെ, ഇവിടെ ഞാനൊരു വ്ളോഗ് ചെയ്യുവാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഹലോ ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം, എക്സെട്ര എക്സെട്ര. അപ്പോൾ ഇങ്ങനെ ഞാനിവിടെ പറഞ്ഞു വീഡിയോ ഓഫ് ചെയ്തു. ഇപ്പോൾ കണ്ടോ ഗൈസ്, അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഓൺ ആയിരിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയൊരു വ്ളോഗൊക്കെ ചെയ്യുവാണ് ഗൈസ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഗൈസ് നിൽക്കി ഗൈസ്, ഞാൻ ഈ മൈക്ക് ഓൺ ആക്കാൻ നോക്കട്ടെ. ഇപ്പോൾ ഇത് തീരും ഗൈസ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ മൈക്ക് ഓൺ ചെയ്യാം, പെട്ടെന്ന് കണക്ട് ചെയ്യാം നമുക്ക്. ഓ ഗൈസ്, ഇപ്പോൾ തീരും ഗൈസ്, തീരും കേട്ടോ. ഓക്കെ ഓക്കെ, ഓഫായില്ല, മൈക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഞാൻ ആ ഒരു വീഡിയോ ഒന്ന് ഓൺ ചെയ്ത് കാണിക്കാം ആദ്യം മുതൽ. കണ്ടോ ഗൈസ്, അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഓൺ ആയിരിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയൊരു വ്ളോഗൊക്കെ ചെയ്യുവാണ് കേട്ടോ. ഓക്കെ, ഞാനിവിടെ പറഞ്ഞു വീഡിയോ ഓഫ്. അപ്പോൾ ഗൈസ്, ഇപ്പോൾ വീണ്ടും എൻ്റെ മൈക്കിൻ്റെ ചാർജ് ചെയ്യുന്നു. അതായത് ഒരു 3 മിനിറ്റ് ഇത് ഓണായി നിന്നതേ ഉള്ളൂ. പകുതി മൈക്കിൻ്റെ വോയിസ് കേട്ട് കാണും ഗൈസ് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നും കൂടെ വീഡിയോ ഓൺ ആക്കി നിങ്ങൾക്ക് അതിനകത്ത് എന്താ പ്രശ്നമെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇപ്പോൾ കണ്ടോ ഗൈസ്, അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഓൺ ആയിരിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയൊരു വ്ളോഗൊക്കെ ചെയ്യുവാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, ഇവിടെ കണ്ടോ, എന്നെ കണ്ടോ, ഭയങ്കര ബ്ലെയറി ആയിട്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ ഒരു നോർമൽ ക്യാമറ കാണുമ്പോൾ കണ്ടോ, ഇതിപ്പോൾ ഞാനാണ്. അപ്പോൾ ഗൈസ്, ഇപ്പോൾ എന്നെ കാണുമ്പോൾ കണ്ടോ, നല്ല സ്മാർട്ടായിട്ട് നല്ല ഗ്ലാമറായിട്ടൊക്കെ ഞാൻ ഇരിപ്പുണ്ട്. പക്ഷെ അതേസമയം നമ്മൾ ഇതിനകത്ത് നോക്കിയാൽ ആൾക്കാർ പറയും ഇതെന്തുവാ ഒരു ഗ്ലാമറും ഇല്ല, അങ്ങനത്തെ ഇല്ല, ഒരു മറ്റേ പഴയ കാലത്തെ മറ്റേ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഫോട്ടോ പോലെ ഇരിക്കുന്നത് ഗൈസ് കേട്ടോ. നമ്മുടെ കണ്ണൊന്നും ക്ലിയർ അല്ല. ഓക്കെ, കണ്ടോ, കണ്ണൊന്നും ക്ലിയർ അല്ല, ഒന്നും തന്നെ ക്ലിയർ അല്ല. അപ്പോൾ ഇത് കണ്ടാൽ നമ്മൾ ഇപ്പോൾ ഈ ക്യാമറയിൽ നമ്മളൊരു വ്ളോഗ് ഷൂട്ട് ചെയ്താൽ ആൾക്കാർ വീഡിയോ പ്രൊമോട്ട് ചെയ്യില്ല ഗൈസ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഗൈസ്, ഞാൻ മുമ്പ് എടുത്ത ഇത് എൻ്റെ ഫ്ലാഷ് ഓണായി എടുത്ത ഫോട്ടോ ആണ്. ഇങ്ങനത്തെ ഫ്ലാഷ് ഓണായ ഫോട്ടോകൾ നല്ലതായിട്ട് വരും, ഫ്ലാഷ് ഓഫായ ഫോട്ടോകൾ മാത്രം ഇങ്ങനെ വരും ഗൈസ് കേട്ടോ. ഓക്കെ, പിന്നെ അത്രേ ഉള്ളൂ ഗൈസ് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ആദ്യം നിങ്ങൾക്ക് എന്താ ചെയ്യുക, ഇൻ്റർനെറ്റ് ഓൺ ആക്കുക. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ വൈഫൈ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമൽ ഇൻ്റർനെറ്റ് ഓൺ ആക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ വൈഫൈ ഉണ്ടെങ്കിൽ വൈഫൈ ഓൺ ആക്കാം ഗൈസ് കേട്ടോ. ഇപ്പോൾ എൻ്റെ വീട്ടിൽ വൈഫൈ ഉണ്ട്, അപ്പോൾ ഞാൻ വൈഫൈ ഓൺ ആക്കി. ഇനി എന്താ ചെയ്യാൻ, നമുക്ക് സിമ്പിളായിട്ട് ഗൂഗിളിൽ പോയ ശേഷം വീഡിയോ ഓൺ ആക്കുക. സെർച്ച് ബാറിൽ പോവുക. ഇത് ഫുള്ള് ഹാങ് ആണ്, ബിക്കോസ് ഇവിടെ കണ്ടോ മൊത്തം പൊട്ടിയിരിക്കുകയാണ് ഗൈസ് കേട്ടോ. ഇവിടെ പോയ ശേഷം എനിക്ക് ഗൈസ് ഞാൻ ഒന്ന് അത് സെർച്ച് ചെയ്തിട്ട് കാണിക്കാം ഗൈസ് കേട്ടോ. ഇവിടെ വിവോ സർവീസ് സെൻറ്റർ ആണ് ഇവിടെ സെർച്ച് ചെയ്യുക. ഇപ്പോൾ ഇവിടെ എൻ്റെ ലൊക്കേഷൻ, അതായത് ഇപ്പോൾ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ലൊക്കേഷനാണ് ഇവിടെ കാണിക്കുന്നത്.
ഇതാണ് വിവോയുടെ സർവീസ് സെൻറ്റർ, വിവോ ആൻഡ് ഐക്യു ഓതോറൈസ്ഡ് സർവീസ് സെൻറ്റർ. ഓക്കെ, ഇതിപ്പോൾ ക്ലോസ്ഡ് ആണ്. കായംകുളത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കായംകുളം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ചാൽ കായംകുളം ആലപ്പുഴ ആണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കായംകുളം എന്ന് പറഞ്ഞാൽ കായംകുളം സിറ്റിയിലല്ല, എൻ്റെ വീട്ടിൻ്റെ അടുത്ത് നമ്മളിവിടെ ഓലകെട്ടിയൊക്കെ കഴിഞ്ഞു പോകുമ്പോൾ ഇവിടെ ഒന്നാംകുട്ടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഒന്നാംകുട്ടി, അതിൻ്റെ അടിയിലൊരു ജിമ്മ്, പിന്നെ ചിക്കിങ് ഉണ്ട് അവിടെ. അതിൻ്റെ അപ്പുറത്ത് KFC ഉണ്ട്. KFCയും ചിക്കിങ്ങും പുതിയതായിട്ടായതാണ്. അപ്പോൾ ചിക്കിങ്, ജിമ്മ്, പിന്നെ അതിൻ്റെ സൈഡിലായിട്ടാണ് വിവോ ഐക്യൂടെ ഷോറൂം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇവിടെ ഇപ്പോൾ എൻ്റെ വീഡിയോ കായംകുളവോ അവിടേന്ന് കാണുന്നവർക്ക് ഇവിടെ ഞാൻ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇത് ടെലികോളർ കോളാണ് ഗൈസ്, അതായത് റെക്കോർഡഡ് വോയിസ് ആയോ ഇല്ലെങ്കിൽ അവരുടെ കസ്റ്റമർ കെയർ നമ്പർ ആയിരിക്കാം. ഇതിൽ നിങ്ങൾക്ക് ഒഫീഷ്യൽ കോൾ നടത്താവുന്നതാണ് ഗൈസ് കേട്ടോ. അതായത് ഫിഡ കർട്ടൻസ് ഒക്കെ അവിടെ ഉണ്ട്. ആ ഫിഡ കർട്ടൻസ്, ജിമ്മ്, ചിക്കിങ്, അത് മൂന്നും കൂടെ ഉൾപ്പെടെ അതിൻ്റെ മണ്ടയ്ക്കാണ് ഇത് ജിറ്റൂസ് ജിമ്മ്. അവിടാണ് അത് വരുന്നത് ഗൈസ് കേട്ടോ. ഓക്കെ, ഓപ്പൺസ് നാളെ 10 മണിക്ക് ഇത് തുറക്കത്തേ ഉള്ളൂ ഗൈസ് കേട്ടോ. ഓക്കെ, അപ്പോൾ നാളെ 10 മണിക്കാണ് ഇത് തുറക്കുന്നത് ഗൈസ് കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ എന്താ പറയുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടൈം എന്ന് പറയുന്നത്. എല്ലാം ഷോറൂമിൻ്റെ ടൈമുകളാണ്. രാവിലെ 10 മണിക്ക് തുറന്ന വൈകിട്ട് 6:30 വരെയുള്ള ഗൈസ് കേട്ടോ. സൺഡേ അടവാണ് ഗൈസ് കേട്ടോ. ഓക്കെ, സൺഡേ ഇത് പെർമനൻ്റ്ലി ക്ലോസ്ഡ് ആണ്. ബാക്കി എല്ലാ സമയം ഇത് പ്രവർത്തിക്കുന്നതാണ് ഗൈസ് കേട്ടോ. അതായത് ഇപ്പോൾ നിങ്ങൾ ഫോൺ സാറ്റർഡേ കൊടുത്തിട്ടുണ്ടെങ്കിൽ സാറ്റർഡേ ഫോൺ ശരിയായിട്ടുണ്ടാകും. പക്ഷെ നിങ്ങൾക്ക് അത് സൺഡേ വേണമെന്നുണ്ടെങ്കിൽ നടക്കുന്ന കാര്യമില്ല, നിങ്ങൾക്ക് മൺഡേ ഫോൺ കിട്ടത്തേ ഉള്ളൂ ഗൈസ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് അവരുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ. മീൻസ് അവരുടെ കണ്ടോ, ഇങ്ങനെയൊക്കെയാണ് ഗൈസ് കേട്ടോ. ഓക്കെ, ഇവരിനെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. ഇതാണ് അവരുടെ ഫോൺ നമ്പർ. നിങ്ങൾ വേണമെങ്കിൽ ഇപ്പോൾ തന്നെ നോട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം നിങ്ങൾക്കിത് എഴുതി അടിക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ എഴുതി അടിക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ പോയിട്ട് വിവോ സർവീസ് സെൻറ്റർ തന്നെ അടിച്ചു കൊടുത്താൽ മതി. വിവോ സർവീസ് സെൻറ്റർ പ്ലസ് നിങ്ങളുടെ ലൊക്കേഷൻ സെർച്ച് ചെയ്താൽ മതി. ഞങ്ങൾക്കിവിടെ നമ്പർ കിട്ടുന്നതായിരിക്കും ഗൈസ് കേട്ടോ. നിങ്ങളുടെ ലൊക്കേഷനിലുള്ള അവരുടെ നമ്പർ കിട്ടുന്നതായിരിക്കും ഗൈസ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഗൈസ് ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ കുറച്ച് ക്യാമറയുടെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ അത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. അതൊന്നും വർക്കായില്ലെങ്കിൽ നിങ്ങൾക്ക് ഒഫീഷ്യൽ സ്റ്റോർ വിവോ സ്റ്റോറിൽ നിങ്ങൾക്ക് അത് സെർച്ച് ചെയ്യാവുന്നതാണ് ഗൈസ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ലൈറ്റ് ഇല്ല ഗൈസ്, ഞാൻ വിചാരിച്ചു ഈ ഒരു ലൈറ്റ് ഐഫോണിനകത്ത് മാത്രമേ ഉള്ളൂ ഗൈസ് കേട്ടോ. ഇത് ആൻഡ്രോയിഡിനകത്തും ഈ ലൈറ്റ് ഉണ്ട് ഗൈസ് കേട്ടോ. ഓക്കെ, ഒരു ലൈറ്റേ ഉള്ളൂ ഗൈസ് കേട്ടോ. നമ്മുടെ ഐഫോണിൽ 3 ലൈറ്റ് ഉണ്ട് ഗൈസ് കേട്ടോ. ഞാൻ അന്ന് ഏതൊരു വീഡിയോക്കകത്ത് ഇട്ടിട്ടുണ്ട് ഗൈസ് കേട്ടോ. ഓക്കെ, ഇതാ കണ്ടോ, ഇവിടെ ഒരേ ലൈറ്റ് കട്ടുന്നുണ്ട് ഗൈസ് കേട്ടോ. ഓക്കെ, കണ്ടോ, ഇങ്ങനെ ബ്ലിങ്ക് ആവുന്നുണ്ട് ഗൈസ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഗൈസ് ഇന്നത്തെ കിട്ടുള്ള ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ ഗൈസ് ദിസ് ഈസ് വിജയ് സൈനിങ് ഔട്ട്.